യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ഈ യേശുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായ ദൈവമക്കൾക്ക് ഒരു നല്ല ഉറപ്പുണ്ടായിരിക്കണം. യേശുക്രിസ്തു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ്. ഏത് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന നല്ലൊരു ദൈവമാണെന്ന് ഒരു ദൈവവേദൽ ഉറപ്പായി വിശ്വസിക്കണം. ഈ ഗോസ്പൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവൻ യോഹന്നാൻ എന്ന് പേരിടണം. നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് സെക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് വേണ്ടി ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സെക്കരിയാവ് എന്ന് പറഞ്ഞ വ്യക്തി. സെക്കരിയാവ് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സെക്കരിയാവ്. ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്ത നടക്കുന്നവരുമായിരുന്നു. എലിസബത്തും സെക്കരിയാവും വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ എലിസബത്ത് മച്ചിയായിരുന്നു. ഒരു തലമുറയില്ലാതെ അവർ ദൈവസനിൽ ഭാരപ്പെട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ യഹൂദ മര്യാദ പ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിത ശുശ്രൂഷകനായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സെക്കരിയാവ്. അങ്ങനെ പൗരോഹിത ശുശ്രൂഷ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ, ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജനസമൂഹമൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സെക്കരിയാവും അതിൻ്റെ നടുവിലുണ്ട്, ധൂപം കാട്ടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് സെക്കരിയാവിന് വേണ്ടി കർത്താവിൻ്റെ ദൂതൻ വലത്തുഭാഗത്ത് താൻ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കരിയാവിന് പ്രത്യക്ഷനായി. ദൂതൻ സെക്കരിയാവിനോട് പറയുക, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരിക്കലും സെക്കരിയാവിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. തൻ്റെ ജനം ധൂപം കാട്ടുവാൻ ആലയത്തിൽ കടന്നു വരുമ്പോൾ ആ ആലയത്തിൽ അവർക്ക് വേണ്ടി കരയുകയും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സെക്കരിയാവ് പ്രതീക്ഷിക്കാത്ത സമയത്ത് സെക്കരിയാവിന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമാണ്. അതൊരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്താകണമെന്നില്ല, നമ്മൾ ചിന്തിക്കുന്ന സമയത്താകണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താകണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വളരെ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് സെക്കരിയാവിനോട് പറയുക, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവമക്കളെ, പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. സ്വർഗത്തെ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഒരു വിശുദ്ധൻ്റെ നട്ടെല്ലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും തോൽക്കുകയില്ല. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. അങ്ങനെ ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധവും വ്യക്തിപരമായ ഒരു കൂട്ടായ്മയുമുള്ള ഒരു ദൈവവൈതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏത് വിഷയങ്ങളാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. സെക്കരിയാവിനോട് ദൈവം പറയുക, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും.
അവൻ്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയും മാത്രമല്ല, തനിക്ക് ലഭിക്കുന്ന ആ തലമുറയോടുള്ള ദൈവിക വാഗ്ദത്വവുമാണ് പിന്നീട് സെക്കരിയാവിനോട് കൈമാറുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ചില പ്രാർത്ഥനയ്ക്ക് താമസമുണ്ടെങ്കിൽ, ചില പ്രാർത്ഥനയ്ക്ക് കർത്താവ് താമസിച്ച് മറുപടി തരുന്നുണ്ടെങ്കിലും നമ്മൾ ഭയപ്പെട്ടും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും പോകണ്ട. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെ സെക്കരിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എലിസബത്ത് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവനൊരു മകനെ പ്രസവിച്ചു. ആ മകൻ്റെ പേരാണ് യോഹന്നാൻ. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകം ഇതുവരെ യോഹന്നാനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. അത്രയ്ക്ക് ശക്തനായ കരുത്തനായ ഒരു വ്യക്തി ഉടലെടുക്കുവാനിടയായിത്തീർന്നു. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് യോഹന്നാൻ ശക്തനായൊരു വ്യക്തി എഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ എഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി താമസിച്ചാലും, ഇച്ചിരി ദിവസങ്ങൾ മുന്നോട്ട് പോയിരുന്നാലും നമ്മൾ ഭയപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മൾ ഹന്നയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹന്ന ദീർഘനാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആലയത്തിൽ ആയിരുന്നപ്പോൾ ഒരു ദൈവിക വാഗ്ദത്തം പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവം പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് വേണ്ടി, കരഞ്ഞ ഹന്നയ്ക്ക് വേണ്ടി ലോകമറിയപ്പെടുന്ന ഒരു ശൗമേലിനെ പുരോഹിതനായി, രാജാവായി അഭിഷേകം ചെയ്ത ഒരു ശൗമേലിനെ ലഭിക്കുവാനിടയായിത്തീർന്നു. പുരോഹിതനായിരുന്നു, രാജാവായിരുന്നു. അങ്ങനെ ഒത്തിരി നിലകളിൽ ശൗമേലിനെ ദൈവം മാനിപ്പാനിടയായിത്തീർന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.